session of Ellen's Academy's English class. So in this new session, we'll be dealing with reading with understanding, a new chapter. In the last session, we have discussed about the introduction as well as the section number 1, a major portion of our section number 1. And we have dealt with how adolescents are being so stressed, what are the stages they are going on with the developmental test, as well as the complex society phase they are going on, and how they should be anxious, which is to be an optimal level, and over anxiety leads them to disabling. Let's now discuss about the contagious nature of this anxiety. നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിലെ എന്തായിരുന്നു മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞത് an optimal level of anxiety is good, but over anxiety is disabling. Over anxiety is a disabling thing. So anxiety spreads. What is anxiety spreads? How is anxiety is contagious and passes on into other students, teachers and parents. ഇത് contagious diseases എന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. എങ്ങനെയാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നത്, അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ തിങ് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്നത്? നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുകയാണ്, അപ്പൊ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നിനക്ക് നാളെ കിട്ടുന്ന അല്ലെങ്കിൽ നാളെ എഴുതാൻ പോകുന്ന എക്സാംസിനെ കുറിച്ച് നീ പഠിച്ചോ? അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞു, ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പറയാണ്, നമ്മളുടെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് റാങ്ക് സ്കോർ ചെയ്യുന്ന ഇന്ന കുട്ടി, ആ കൊച്ചെല്ലാം പഠിച്ചു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് റിവിഷനിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. നീയും പഠിച്ചിട്ടില്ല, ഞാനും പഠിച്ചിട്ടില്ല, അവളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോ ആ ഉണ്ടാവുന്ന, അയ്യോ അവരത്രയും പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, നാളത്തെ എക്സാം പേപ്പർ ടഫാണെന്നാണ് പറഞ്ഞ് കേട്ടതെന്നും കൂടെ പറഞ്ഞാൽ തീർന്നു. So this is how anxiety is being spreading. So anxiety is contagious and passes on into other students, teachers, parents. But teachers വന്ന് പറയാണ്, നിങ്ങളുടെ എക്സാം പേപ്പർ ഈ പ്രാവശ്യത്തെ ബോർഡ് എക്സാം ഭയങ്കര ടഫാണെന്നാണ് കേട്ടത്. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ട ആൾക്കാർ തന്നെ പറഞ്ഞ് ഭയങ്കര ടഫായിട്ടാണ്, ആർക്കും പാസ് പോലും ആവാൻ പറ്റാത്ത പോലെയാണ് ആക്കിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴേ നമ്മളുടെ ക്ലാസ്സിലെല്ലാം ഭയങ്കരമായിട്ട് എന്ന് പറയുന്ന ഭയങ്കര ഒരു ആങ്സൈറ്റി ലെവൽ, പീക്ക് ലെവൽ ആയിരിക്കും അല്ലേ. സോ ആങ്സൈറ്റി is contagious and passes on into other students, teachers and parents. Emergency perception. Adolescents, when stressed out, tend to perceive everything as an emergency. Adolescents ന്റെ creativity, adolescents ന്റെ ഒരു tendency എന്താണെന്ന് വെച്ചാൽ, they don't know what to do and when to do things. അവർക്ക് actually they are in a developing stage. They are still child ആണെന്ന് ചോദിച്ചാൽ child ആണ്, but still they are in a adulting phase. They are gradually adulting. So ഈ adolescents ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, they are very tempted towards doing something to gain everything in a very swift manner. So when stressed out, tend to perceive everything as an emergency. എനിക്ക് എല്ലാം വേണം, എല്ലാം കൂടി ചെയ്ത് തീർക്കണം എന്നൊരു ടെൻഡൻസി അവരുടെ ഉള്ളിൽ, ആങ്സൈറ്റി കൂടുമ്പോൾ അവരുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. So they are stressed out. If you are stressed out, they tend to perceive everything as an emergency. എല്ലാം വേണം, എല്ലാം കിട്ടണം, എല്ലാം ചെയ്ത് തീർക്കണം എന്നൊരു ടെൻഡൻസി അവരുടെ ഉള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങും. So what are the reasons for increased stress levels? ഇങ്ങനെ സ്ട്രെസ് ലെവൽസ് കൂടുന്നതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? ഐഡന്റിറ്റി ക്രൈസിസ്. The first and the most important one is identity crisis. What do you mean by identity crisis, my dear students? സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സിബ്ലിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഒരു ചേച്ചി ഉണ്ട്. നിങ്ങളുടെ ചേച്ചി നിങ്ങൾ പഠിക്കുന്ന അതേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും നിന്റെ ചേച്ചീനെ അറിയാം. ആ ചേച്ചി എന്ന് പറയുന്ന ഭയങ്കര  ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആ സ്കൂൾ ടോപ്പർ ആണ് നിങ്ങളുടെ ചേച്ചി. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും നിങ്ങളുടെ ചേച്ചീനെ അറിയാം. ആ ചേച്ചി എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആ സ്കൂൾ ടോപ്പർ ആണ് നിങ്ങളുടെ ചേച്ചി. ആ ചേച്ചി എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആ സ്കൂൾ ടോപ്പർ ആണ് നിങ്ങളുടെ ചേച്ചി. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും നിങ്ങളുടെ ചേച്ചീനെ അറിയാം. ആ ചേച്ചി എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആ സ്കൂൾ ടോപ്പർ ആണ് നിങ്ങളുടെ ചേച്ചി.
അപ്പോ നിങ്ങളുടെ അവസ്ഥ സ്വാഭാവികമായിട്ട് നിങ്ങളിൽ നിന്നും മറ്റുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആയിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ചേച്ചി എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു ലെവലിലേക്കായിരിക്കും ഈ സിബ്ലിംഗും പഠിച്ചു വരുന്നത് എന്നതായിരിക്കും ബാക്കി എല്ലാവരുടെയും ആ ഒരു എക്സ്പെക്ടേഷണൽ ലെവൽ എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും എല്ലാവരും they'll be expecting more or they'll be comparing you with your elder sister. അപ്പൊ എന്താണ് അവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ചേച്ചി ചെയ്തതുപോലെ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു കുട്ടി എന്നൊരു ഐഡന്റിറ്റി, ഇല്ലെങ്കിൽ മെയ്ഡ് അപ്പ് ഐഡന്റിറ്റി. മെയ്ഡ് അപ്പ് ഐഡന്റിറ്റി ആർക്ക് കിട്ടും? നിങ്ങൾക്ക് കിട്ടും. ഫേക്ക് ഐഡന്റിറ്റി ചാർത്തി ഒരു സ്റ്റുഡിയസ് ആയുള്ള കുട്ടിയാണ് നിങ്ങൾ എന്ന് എല്ലാവരും കരുതാൻ തുടങ്ങും. പക്ഷെ നിങ്ങളുടെ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഏതിലായിരിക്കും? നിങ്ങളുടെ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഗെയിംസിലായിരിക്കും. നിങ്ങളുടെ ആക്ച്വൽ ഇൻട്രസ്റ്റ് മേ ബി ക്രിക്കറ്റിലായിരിക്കും, ഫുട്ബോളിലായിരിക്കും, ബാസ്കറ്റ് ബോളിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഭയങ്കര ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള ഇഷ്ടമാണെന്ന് വിചാരിച്ചോ. ബാസ്കറ്റ് ബോൾ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ സ്റ്റഡീസിലൊന്നും വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല, ബട്ട് ഇൻസ്റ്റെഡ് യു ആർ എ വെരി ഗുഡ് ബാസ്കറ്റ് ബോൾ പ്ലെയർ. അപ്പോഴെന്താണ്, നീ എന്താ ഈ ബാസ്കറ്റ് ബോൾ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നേ? നിനക്ക് നിന്റെ ചേച്ചീനെ പോലെ ഇങ്ങനെ പഠിച്ചിട്ട് വലിയ ആളായിക്കൂടെ? ഇതായിരിക്കും കോമൺലി നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കേൾക്കുന്ന ഒരു കൈൻഡ് ഓഫ് വർത്താനം എന്ന് പറയുന്നത്. സോ എല്ലാരും ചോദിക്കും, നിന്റെ ചേച്ചി ഭയങ്കര നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നീ എന്താ അത്രയും നന്നായിട്ട് പഠിക്കാത്തത്? ഇല്ലെങ്കിൽ നിന്റെ സിബ്ലിംഗ് ഭയങ്കര തടിച്ചിട്ടാണല്ലോ, നിങ്ങൾ ഭയങ്കര മെലിഞ്ഞിട്ടുള്ളത്. സോ ദേ comparing you with someone else. So people need someone else to compare you with. So they'll be tagging you with an additional or a plus identity of that compared person. നിങ്ങളുടെ ചേച്ചിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് നിങ്ങളുടെ ഐഡന്റിറ്റി വന്നിരിക്കുന്നത്. സോ യു ആർ ലൂസിങ് യുവർ പെർമനന്റ് ഐഡന്റിറ്റി. നിങ്ങളാണെന്ന് പറയുന്ന ഐഡന്റിറ്റി അവിടെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ദീസ് പീപ്പിൾ ആർ കമ്പയറിംഗ് യു വിത്ത് someone else. നിങ്ങളുമായിട്ട് ബന്ധമുള്ളവരാകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവ് പോലും ഇല്ലാത്ത ആൾക്കാർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടി നന്നായിട്ട് പഠിക്കുന്നുള്ളൂ, പിന്നെ എന്താ നിനക്ക് പഠിച്ചാ? നിങ്ങളുടെ പാരന്റ്സ് വന്ന് നിൽക്കുമ്പോ ഓക്കെ, ആ നെയ്ബറിന്റെ കുട്ടിക്ക് എത്രയാ മാർക്ക്? 90 മാർക്സ് ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്, നിനക്ക് വെറും 72 മാർക്സ് അല്ലേ ഉള്ളൂ, ബാക്കി മാർക്സ് എവിടെ? നിനക്കൊണ്ട് എന്താ ഇത്രയും ചെയ്യാൻ പറ്റാതെ? സോ യു വിൽ ബി കമ്പയർഡ് വിത്ത് someone else. So you will get a tag which has been compared. So it is not your real identity. Your identity is losing over there. So they are meant, they are creating a different ideology about you and different expectations about you, and they are creating an identity for you. It is not your real identity. അപ്പൊ നിങ്ങളുടെ ശരിക്കുള്ള ഐഡന്റിറ്റി ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. സോ യു ആർ ഫേസിങ് an identity crisis in such a situation. You are getting a tagged identity from others. എന്താണ് ഇതിന്റെ റീസൺ? The sole reason is comparison. Comparison ആണ് the first and foremost reason ആയിട്ട് വരുന്നത്. Comparison is the major reason. And the second one is the need to make career oriented decision. ഒരു കുട്ടി, അഡോളസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങനെയാണ്, he is adulting or she is adulting, she does not know what to do in the society, how the society behaves എന്ന കാര്യം ഈ ഒരു കുട്ടിക്ക് അറിയില്ല. So they or that people, adolescents ആയിട്ടുള്ള ഈ കുട്ടി, she or he is compelled to take a decision at a very young age. അവരുടെ ഏതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് എന്ന് അവർക്കറിയില്ല. അവർ ഇതുവരെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം സൊസൈറ്റി കൊടുക്കുന്നില്ല. ഇൻസ്റ്റെഡ് ദേ ആർ ബീങ് കമ്പൽഡ് ആൻഡ് ദേ ആർ ഗിവിംഗ് ഓറിയന്റേഷൻ ഫോർ എ കരിയർ. കരിയറിന്റെ ഇങ്ങനെയൊക്കെയാണ്, നീ ഡോക്ടറായി പോയാൽ അല്ലെങ്കിൽ മെഡിസിൻ എടുത്ത് നിങ്ങൾ പഠിച്ചാല് നിങ്ങൾക്ക് വലിയ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തിട്ട് യു ക്യാൻ ബി വെരി റെപ്യൂട്ടഡ് ഡോക്ടർ. ഇല്ലെങ്കിൽ ഇപ്പൊ നീ ലോ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യു കൻ ബി എ ഗ്രേറ്റ് ലോയർ ഇൻ ദ സുപ്രീം കോർട്ട്, or else if you are pursuing your life in engineering, you could be a great engineer someday എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ പറയുന്ന, even before you could analyze between the differences, they're compelling you and your favors or your inner anxiety or inner interests, they're deviating your interests into
their expectations, അവരുടെ expectations ആയിട്ട് deviate ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. So the need to make career oriented decisions is not completely vested with you. It is deviated towards your parents, maybe your relatives, your friends. ഞാൻ ഇതെടുക്കാനാണ് പോകുന്നത്, ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കാനാണ് പോകുന്നത്, ഞാൻ മെഡിസിൻ എടുക്കാനാണ് പോകുന്നത്. So you'll be also forced to take such a career. So you have to make a decision without exploring the vast world of career. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ you're forced to make a decision upon your career. Teachers and parents attitude. You have certain level of expectational thing. So ഈ ഒരു expectations ഇല്ലെങ്കിൽ ഇവര് വിചാരിക്കുന്ന ഒരു ലെവൽ എന്തായാലും നിങ്ങൾ പാസ് ആവണം. ടീച്ചേഴ്സ് ഒരു ലെവൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുട്ടി ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ ഒരു കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നത് 10 മാർക്ക് മേടിക്കാനാണ്. 50 മാർക്കില് 50 മാർക്സില് you should score at least 50 marks അല്ല 10 marks, at least 10 marks ഈ കുട്ടി സ്കോർ ചെയ്യണം എന്നൊരു എക്സ്പെക്ടേഷൻസിലാണ്. അപ്പൊ അത്രയും സ്റ്റുഡിയസ് ഇല്ലെങ്കിൽ തീരെ പഠിക്കാത്തൊരു കുട്ടിയാണ് ഐ എം നോട്ട് ഇൻ ടു സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന കുട്ടിക്ക് എന്താണ് he or she shall not never be able to gain such a mark without studying for hours. ആ ഒരു എബിലിറ്റി ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. So if your teachers and parents are expecting something more than you could, അവരെ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് വേറെയാണെങ്കിൽ what you could do is you could actually or അവരെ ആക്ച്വലി നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. സോ the next one is peer pressure. നിങ്ങൾ സറൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാര് എന്തൊക്കെയാണോ ഡിസിഷൻസ് എടുക്കുന്നത് ഇതെല്ലാം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. The second part is influence you get from your room. ഈ ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾ ഒരു രീതിയിലേക്ക് മാറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പിയർ പ്രഷർ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The inability to communicate with your parents also plays a major role in the increased level of stresses you are getting day to day. So എന്താണ് inability to communicate with your parents also plays a, നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ പേരൻസിനായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ പറയാനുണ്ട്, but maybe your parents are not having time or your parents are not interested with what you're telling, or നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ ആ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു വിചാരത്തിൽ നിന്നും വരുന്ന ആ ഒരു ഇന്നബിലിറ്റി ടു ടോക്ക് ടു ദം ഫ്രീലി, ഇതൊക്കെയാണ് ഒരു സ്ട്രെസ് ലെവൽ കൂട്ടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഐഡന്റിറ്റി ക്രൈസിസ്, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഐഡന്റിറ്റി ലൂസ് ഇനിയാണ് ഒരു മാറ്റർ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. The second matter is the need to make career oriented decisions. നമ്മൾക്ക് ഇത്രയും പെട്ടെന്ന് കരിയർ ഡിസിഷൻസ് എടുത്തിട്ട് ആ വഴി മാത്രം ഞാൻ നേരെ നടക്കണം, ഞാനിപ്പോ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ എന്നൊരു ടെൻഷൻ എപ്പോഴും എനിക്ക് ഉണ്ടാകും. ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ആറ്റിറ്റ്യൂഡ്, അവരുടെ എക്സ്പെക്ടേഷൻ ലെവൽസ് എന്തായാലും ഞാൻ ക്രോസ് ചെയ്യണല്ലോ എന്ന് പറയുന്ന സ്ട്രെസ്സസ് എനിക്ക് ഉണ്ടാകും. പിയർ പ്രഷർ, എന്റെ ചുറ്റിലുമുള്ളവരെല്ലാവരും ഈ ഒരു ഇന്റേൺഷിപ്പിന് പോയി ഇല്ലെങ്കിൽ they are acquiring more knowledge than I am doing എന്ന് പറയുന്ന ആ ഒരു പ്രഷർ will be still hung upon me. And the inability to communicate with your parents also plays a major role in increasing your stress levels. Now let's move on to the nutrition for a healthy brain. The nutrition for a healthy brain. Good memory depends upon a good brain. നിങ്ങൾക്ക് നല്ല മെമ്മറി ഉണ്ടാവണമെങ്കിൽ നല്ല ബ്രെയിൻ വേണം അല്ലേ. അതായത് ഒരു ഗുഡ് ഹെൽത്തി ബ്രെയിനിന് മാത്രമേ കുറെ ഇൻഫർമേഷൻസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. The brain needs a good supply of oxygen, glucose, calcium, phosphorus and iron. Oxygen, glucose, calcium, phosphorus and iron ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, ഇത്രയും കാര്യങ്ങൾ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ബ്രെയിന് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. So make sure you sit in a well ventilated place when studying. Well ventilated means ഭയങ്കരമായിട്ട് കാറ്റ് ഉള്ള അല്ലെങ്കിൽ ഓക്സിജൻ ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഒരു വിൻഡോ ഉള്ള സ്ഥലമായിരിക്കും അല്ലെങ്കിൽ ഓപ്പൺ കോറിഡോർസ് ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താണ്,
ബ്രെയിനിൽ നിങ്ങൾ സ്റ്റഡി ചെയ്തത് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ കുറെ ഓക്സിജൻ ബ്രെയിനിലേക്ക് എത്തണം. ഈ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തണമെങ്കിൽ എന്താണ്, അവിടെ ഓപ്പൺ ആക്സസ് ടു എയർ ഉള്ള സ്ഥലത്തിലായിരിക്കണം നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടത്. Your diet should include milk, cheese, walnuts, wheat, gram, green leafy vegetables, ragi and dates. നിങ്ങളുടെ ഡയറ്റ്സിൽ ഇങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗ്ലൂക്കോസും കാൽഷ്യം ഫോസ്ഫറസും അയൺ ഒക്കെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Which should include milk, cheese, walnuts, wet germ, greeny leaf vegetables, ragi and dates. Yeah. Do not forget that breakfast is a brain food. എല്ലാവരും സ്കൂളിൽ പോകുന്ന ഒരു ടൈമിൽ എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് സാധാരണ പോവാറ്. നമ്മൾ കോളേജസിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാര്യം കഴിച്ചാൽ കഴിച്ചു എന്നൊരിതാണ്. നമ്മൾ ഹോസ്റ്റൽസിലാണ് എസ്പെഷ്യലി നിൽക്കുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ സ്കിപ്പി ഫുഡ്, അല്ലെങ്കിൽ ബ്രഞ്ച് ആയിട്ട് നമ്മൾ പോയിട്ട് ക്യാൻറ്റീൻസിലൊക്കെ പോയി കഴിക്കുമെന്നല്ലാതെ. സോ വി ഹാവ് ടു തിങ്ക് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ബ്രെയിൻ ഫുഡ്. ബ്രെയിനിന് നമ്മൾക്ക് എനർജി കൊടുക്കണമെങ്കിൽ, നമ്മൾ പഠിക്കുന്നതെല്ലാം നമ്മുടെ ബ്രെയിൻ ഗ്രാസ്പ് ചെയ്തെടുക്കണമെങ്കിൽ എന്താണ് മക്കളെ വേണ്ടത്, ഇറ്റ് ഷുഡ് ഹാവ് സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി, റൈറ്റ്? നമ്മുടെ ബോഡിക്ക് മാത്രം എനർജി കൊടുത്താൽ മതിയോ? പ്രോട്ടീൻ ഒക്കെ ഭയങ്കര സെറ്റ് ആക്കി നമ്മൾ വെക്കുന്നുണ്ട്. കെരാറ്റിൻ പ്രോട്ടീൻ, നമ്മൾ കെരാറ്റിൻ മുടിക്കൊക്കെ കൊടുക്കുന്നുണ്ട്, പ്രോട്ടീൻ നമ്മളുടെ ബോഡിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബ്രെയിനിനെ മാത്രം എല്ലാവരും അവോയ്ഡ് ചെയ്ത് നിർത്തുകയാണ്. എന്താണ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മര്യാദയ്ക്ക് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് ആവശ്യത്തിന് എനർജി കിട്ടത്തുള്ളൂ. So fatty meals, sugar and acids take away calcium from the system. Diets rich with in fiber like fruits and vegetables help to reduce stress. Stressesne namalku reduce cheyan help cheyna type of food items are fruits and vegetables. So try to eat more fruits and vegetables. And meaty meals, sugar and acids, or they take away calcium from your system. So try not to add these fatty meals, sugar and acids in your diet. Moving on, the power of concentration and learning. Good concentration is important to improve your memory. Learning and memorizing by understanding and recalling what one has learned is helpful. So good concentration is important to improve the memory. Memory എന്ന് പറയുന്നത് നമ്മളൊരു ഡാറ്റ, നമ്മൾ കുറേ ഡാറ്റ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് ആ പ്രോസസ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. സോ കോൺസെൻട്രേഷൻ കൂടിയിട്ട് നമ്മൾ അതിനെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ, എന്നാൽ മാത്രമേ കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അത് സ്റ്റഡി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ഇരിക്കത്തുള്ളൂ. Learning and memorizing by understanding and recalling what one has learned is helpful. So learning and memorizing by understanding, നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് പഠിക്കേണ്ടതും മെമ്മറൈസ് ചെയ്യേണ്ടതും. നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും അത് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ എന്താണോ വായിക്കുന്നത് അത് as it is bookish നമ്മൾ grasp ചെയ്ത് വെക്കല്ല. Instead of that we have to understand what is written over there, എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കുകയും അതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ മാത്രമാണ് we shall recall it whenever needed. എക്സാംസിലൊക്കെ നമ്മൾ അത് റീകോൾ, നമ്മുടെ മെമ്മറിനെ റീകോൾ ചെയ്തെടുക്കുകയാണല്ലേ. that one has learned is helpful. Organizing and framing a logical relationship is important. ഓർഗനൈസ് ചെയ്ത് വെക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ആൻഡ് ഫ്രെയിമിംഗ് എ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതിന് ലോജിക്കലി റിലേറ്റ് ചെയ്യണം. ഒരു കാര്യം നമ്മൾ ഓർത്തിട്ടുണ്ട്, അതിന് വേറൊരു കാര്യമായിട്ട് ഓർമ്മിച്ച് നമ്മൾക്ക് ശരിക്കും ഓർമ്മയുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ us to recall everything whenever needed. Mastery not just the content of the subject but also the process of answering is equally important. നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ അല്ലെങ്കിൽ സബ്ജക്ട്സിന്റെ കോണ്ടന്റ്സ് മാത്രം, ഇല്ലെങ്കിൽ അതിന്റെ ഇന്നർ കോർ മാത്രം നമ്മൾക്ക് ഓർമ്മയുണ്ടായാൽ പോരാ. ബട്ട് അതെങ്ങനെയാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആ പേപ്പറിൽ എഴുതുന്നത്, എങ്ങനെയാണ് the method of you trying to answer that process or the content which you have studied earlier into your papers is the major point over here. നിങ്ങൾക്ക് മാത്സ് നമ്മൾ ഒന്ന് പഠിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കോണ്ടന്റ് അറിയാം എന്നുള്ളതല്ല നിങ്ങളുടെ ഫാക്ടർ. ഇൻസ്റ്റെഡ്
how you're processing that or how your output goes on into the paper എന്നത് മാത്രമാണ് the real process of studying കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ultimate goal of studying എന്ന് പറയുന്നത്. Clear അല്ലേ മക്കളെ? So with this we are winding up today's session with a colorful bomber. So thank you, bye bye.